നമസ്കാരം. ഈ വീഡിയോ കാഴ്ചക്കാരിലേക്ക് എത്തുമ്പോഴേക്കും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച പാട്രിയോട്ട് എന്ന സിനിമ ഒരു വലിയ തരംഗമായി കേരളക്കരയെ കീഴടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. അപ്പോൾ അത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയായിരിക്കും അതിൻ്റെ അണിയറക്കാർ നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അത്ര സൂക്ഷ്മമായിട്ടുള്ള കഥയും അതിൻ്റെ സംഗതികളുമൊക്കെ ചേർത്തിട്ടായിരിക്കും ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. മഹേഷ് നാരായണൻ മലയാളത്തിലെ പുതിയ കാല സംവിധായകരിൽ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനാണ്. അല്ലാതെ ഇത് സാധ്യമാകില്ല. അങ്ങനത്തെ ഒരു സംവിധായകന് മാത്രമേ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ച് ഒരുപോലെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുവാനും ക്യാരക്ടറൈസേഷൻ നടത്തുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിൽ സബ്ജക്റ്റ് വളരെ പ്രധാനമാണ് എന്ന കാര്യം ഉറപ്പായും പറയാം. ഇനി 25 കൊല്ലമായി എന്ന് പറഞ്ഞല്ലോ. അതിന് മുമ്പ് ഹരികൃഷ്ണൻസ് എന്ന സിനിമ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഇവരെ ഒരുമിച്ച് ഒരു നുഖത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് കഥാപാത്രങ്ങളായി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണത്. അത് ചില്ലറപ്പെട്ട ആൾക്കാരെ കൊണ്ടൊന്നും പറ്റില്ല. മലയാളത്തിൽ ഒട്ടനവധി സംവിധായകരുണ്ട്. അവർക്കൊന്നും ഇത് സാധ്യമാകാൻ പറ്റില്ല. കാരണം 2 ധ്രുവങ്ങളിലൂടെ അല്ലെ 2 തലങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന വലിയൊരു ആരാധക വൃന്ദത്തിൻ്റെ ഉടമകളാണ് ഈ താരരാജാക്കന്മാർ. ഇത് പറയാൻ കാരണം വെള്ളി നക്ഷത്രത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ഇതിൻ്റെ ഒരു സുവർണ കാലമായിരുന്നു. വെള്ളി നക്ഷത്രത്തിൻ്റെ റിപ്പോർട്ടിങ്ങിന് നമ്മൾ പോകുമ്പോൾ ആ വീക്കിൽ തന്നെ ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. ഒരാഴ്ച മോഹൻലാലാണെങ്കിൽ മറ്റൊരാഴ്ച മമ്മൂട്ടി. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആരാധക സമൂഹമായിരുന്നു, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന സംവിധായകരെ കൊണ്ട് മാത്രമേ ഈ ഹെവി വെയ്റ്റുള്ള വലിയ താരങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിപ്പിച്ച് ഒരു സിനിമ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഫാസിൽ. എന്നിട്ട് പോലും ഫാസിലിൻ്റെ ഹരികൃഷ്ണൻസിൽ അതിൽ നായികയെ 2 പേരും പ്രേമിക്കുകയാണ്. ഇടതടവില്ലാതെ 2 നായകന്മാരും ഒരേപോലെ പ്രേമിക്കുകയാണ്. ഡയലോഗുകൾ ഡെലിവറി, ഡയലോഗിൻ്റെ അളവ്, കൃത്യത, മോഡുലേഷൻ, ഇതൊക്കെ അവരുടെ ആരാധകരുടെ തൃപ്തിക്കനുസരിച്ച് ഉള്ള ചേരുവകൾ ചേർത്താണ്, അളന്ന് തൂക്കിയാണ് ആ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്, പേരുകളിൽ പോലും. അപ്പോൾ അവസാനം ഈ നായികയെ മോഹൻലാലിന് കിട്ടുമോ മമ്മൂട്ടിക്ക് കിട്ടുമോ എന്നുള്ളൊരു വലിയ വിവാദമുണ്ടായപ്പോൾ അതിൻ്റെ പിരിമുറുക്കത്തിൽ സംവിധായകൻ 2 ക്ലൈമാക്സ് ചെയ്തു. ജൂഹി ചൗളയാണെന്ന് തോന്നുന്നു. അല്ലെ, ആ നായികയെ സ്വന്തമാക്കുന്നതായിട്ട് 2 മലബാറിലും ട്രാവൻകൂറിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ക്ലൈമാക്സ് മാറ്റി പരീക്ഷിച്ചു. അങ്ങനത്തെ ആരാധകരുടെ ഉടമസ്ഥരാണ് ഈ 2 വലിയ താരങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഇപ്പോഴത്തെ സിനിമ എടുക്കുന്ന സംവിധായകൻ ചില്ലറക്കാരനല്ല. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്ന വളരെ ഭയങ്കരമായ അല്ലെങ്കിൽ വളരെ ശക്തമായൊരു പ്രമേയം ഇതിനകത്തുണ്ട്. അതോടൊപ്പം ഇവരെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള യുവനിരയിലെ ശ്രദ്ധേയമായ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയുള്ള സംവിധായകനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമാകുന്നതിൻ്റെ കാരണവും അതാണ്. ഇന്നൊക്കെ 10,000-കണക്കിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നു. ലോകത്തെമ്പാടും റിലീസ് ചെയ്യുകയാണ്. ഇവിടെ 400-600 തിയേറ്ററുകളിൽ സ്ക്രീനുകളിൽ വരുന്നു. അപ്പോൾ ഇത്തരം ഒരു സിനിമ സംഭവിക്കുമ്പോൾ, ഇവരെ ഒന്നിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില പഴയ കാര്യങ്ങൾ വെള്ളി നക്ഷത്രത്തിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ, മമ്മൂട്ടി തന്നെ പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ആദ്യ കാലത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിരവധി 10-40ഓളം ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. ഫൈറ്റും കാര്യങ്ങളും വളരെ ദുർഘടമായ സ്ഥിരം ഇടിപ്പടങ്ങളിലും സാധാരണ പടങ്ങളിലും ഒക്കെ ഈ 2 നടന്മാരും അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ഷെഡ്യൂളിൽ ഒരാഴ്ച 2 ആഴ്ച വ്യത്യാസത്തിൽ ഇവർ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ 40ഓളം വരും. പിന്നീടാണ് ഇവരുടെ സ്വന്തമായ ഒരു ആധിപത്യം വളർന്നു വന്നത്. അപ്പോൾ അങ്ങനെ അവർ രാജാക്കന്മാരായി, ആരാധക സമൂഹമുണ്ടായി, മന്ത്രങ്ങളുണ്ടായി. അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും വലിയ 2 ധ്രുവങ്ങളിലായി. ഇവിടെ മത്സരമുണ്ട്. ഇവർ തമ്മിലുള്ള ഈ
ഈ ഒരു മത്സരം എന്ന് തന്നെ അതിന് പറയാം. അപ്പോൾ അങ്ങനെ അവരുടെ കഥാപാത്രങ്ങളും അവർ സംവിധായകർ തന്നെ, മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്ന സംവിധായകർ, മോഹൻലാൽ സിനിമകൾ ചെയ്യുന്ന സംവിധായകർ അങ്ങനെയുണ്ടായിരുന്നു. പിന്നീട് ഇവരെ രണ്ടുപേരെയും മാറി മാറി സംവിധാനം ചെയ്യുന്ന സംവിധായകരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടത്. ഒരാൾക്കൊരു പിണക്കം വരാത്ത രീതിയിൽ വേണം, അല്ലെങ്കിൽ രണ്ടുപേരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു നാക്ക് വേണം. അപ്പോൾ അത് എല്ലാ സംവിധായകരെ കൊണ്ടും കഴിഞ്ഞിട്ടുള്ളതല്ല. അത് നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്, മോഹൻലാലിനാണോ ഇമ്പോർട്ടൻസ്? എന്നാൽ മമ്മൂട്ടി ജോഷി കോമ്പിനേഷൻ ഒരുപാട് വിജയങ്ങളുണ്ടാക്കിയ കോമ്പിനേഷനാണ്. എന്നാൽ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. അപ്പോൾ ഇതിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളൊരു തർക്കം അന്നുണ്ടായി. അതിനു മുൻപ് പിന്നീട് അതിനുശേഷം വന്ന മറ്റൊരു പടം മമ്മൂട്ടിയിലാലും പങ്കെടുത്തത് നരസിംഹം എന്ന സിനിമ ഷാജി കൈലാസും രഞ്ജിത്തും ആറാം തമ്പുരാൻ പോലുള്ളൊരു മെഗാ ഹിറ്റിന് ശേഷം വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആ കോമ്പിനേഷനകത്ത് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയും കൂടെ വരിക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു മമ്മൂട്ടി ആരാധകർക്കും. അതുപോലെ തന്നെ മമ്മൂട്ടിക്കുമൊക്കെ ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷേ അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. സിനിമയിൽ ടോട്ടാലിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്ദുചൂടൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ, ഒരു മിനിറ്റുകൾ മാത്രമുള്ള ഒരു കഥാപാത്രത്തെ, നരിമാൻ എന്നോ മറ്റൊരു അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്. അപ്പോൾ അതിൻ്റെ അവതരണവും അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത് തന്നെ ടൈംസിൻ്റെ കവറിൽ അഡ്വക്കേറ്റ് നരിമാനെ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത് ഗംഭീരമായി. പിന്നെ അങ്ങനെ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, അന്ന് നമ്മൾ വീക്കിലികൾ പോലും ഇവരെ പല സ്ഥലങ്ങളിലും, പാലക്കാട് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരുമിച്ച് ഉണ്ടെങ്കിൽ രാത്രി നമ്മൾ ഒരു ഫോട്ടോ സെഷൻ ഇവരെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ അത് അന്ന് സിനിമാ വാരികകൾക്ക് വാർത്തയായിരുന്നു. പിന്നീട് മുഖ്യധാര പത്രങ്ങൾക്ക് വാർത്തയായിരുന്നു, അവരുടെ പീരിയോഡിക്കൽസിന് വാർത്തയായിരുന്നു. ഇപ്പോൾ ചാനലുകൾക്ക് വാർത്തയാണ്. ഇപ്പോഴും അവർ ഒന്നിക്കുന്നത് ഒരു വലിയ വാർത്തയാണ്. അപ്പോൾ ആ തരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു. അതിൻ്റെ മറ്റൊന്ന്, ഇവരെ രണ്ടുപേരെ ഒരുമിപ്പിച്ച് വേറൊരാൾ കൂടിയുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത ഒരു മെഗാ ഷോ, ദുബായ് മിഡിൽ ഈസ്റ്റിൽ നടന്നൊരു മെഗാ ഷോ, വെൽക്കം 2000. ഞാനും അതിൽ പങ്കെടുത്തതാണ്. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഉൾപ്പെടെ 10-60 താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 50-45 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഗൾഫ് ഷോ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംഘടിപ്പിച്ചു. അപ്പോൾ അതൊരു വലിയ, ഈ കേരളത്തിലെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ നടന്ന വലിയൊരു സംഘാടനമാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറയുന്ന ആൾ ഈ ഇത്തരം സ്റ്റേജ് ഷോ സംഘാടനത്തിൽ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ആളാണ്. കാരണം അദ്ദേഹം അതിൻ്റെ ആ വെൽക്കം 2000 മമ്മൂട്ടിയും മോഹൻലാലും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം ആദ്യം കണ്ടുപിടിച്ച വഴി ഫാസിലിനെ അതിനെ സംവിധായകനാക്കുമെങ്കിലും ഇതിൻ്റെ ആമുഖ പ്രസംഗം, ഇതിൻ്റെ ആമുഖ ഗാനം, ഇതിലെ ചില സ്കിറ്റിൻ്റെയൊക്കെ ഓർഡറുകൾ, ഇതിൽ നാടകം അഭിനയിക്കേണ്ടത്, നൃത്തം ചെയ്യേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നതിനകത്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയന് നല്ലൊരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംഘാടന മികവ് കാണിച്ച വേറൊരു വ്യക്തിത്വമാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ഇപ്പോൾ ഈ റിലീസ് ചെയ്തിരിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമയിലെ സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടിടത്തോളം ഇതിനകത്ത് താരങ്ങളെക്കാളും അവരുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു വൈജാത്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഇതിലെ സബ്ജക്റ്റ് അതാണ് പ്രധാന കഥാപാത്രം. അതായത് സോഷ്യൽ സ്കോർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ മനുഷ്യരെ സമൂഹവുമായും ഭരണകൂടവുമായും സിസ്റ്റവുമായി ഘടിപ്പിക്കുന്ന നമ്മുടെ ടെലഫോണുകൾ, അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ് ഇതിൻ്റെ പ്രമേയം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സമൂഹത്തിലെ അനീതിക്കെതിരെ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾക്കെതിരെ പോരാടുന്ന, പ്രതിഷേധിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിലാണ് സോഷ്യൽ സ്കോർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിവിൽ സ്കോർ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള സിവിൽ സ്കോറാണല്ലോ. അപ്പോൾ അതുപോലെ സോഷ്യൽ സ്കോർ ലംഘിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്ലസും മൈനസും വരുന്ന ആളുകൾ നേരിടുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം, അതിനെതിരെയുള്ളൊരു ഫൈറ്റാണ് ഈ സിനിമയെന്ന് തോന്നുന്നു. അപ്പം അത്തരം സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ സംവിധായകരിൽ നിന്ന് ഏറ്റവും മേന്മയേറിയ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ട് അതിൽ ആവേശപൂർവ്വം അഭിനയിക്കുകയാണ് ഈ രണ്ട് താരങ്ങളും. അപ്പോൾ അവർ മത്സരിക്കുന്ന തലമുറകളോടാണ്, പുതിയ തലമുറകളോട് അവർ മത്സരിച്ച് നിലനിൽക്കാനുള്ള
അവരുടെ താരാധിപത്യവും അവരുടെ ആരാധക വൃന്ദങ്ങളെ തൃപ്തിപ്പെടുത്താനുമുള്ള ഒരു പുതിയ വഴിയാണ് ഈ സിനിമയിലൂടെ തുറന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതിൻ്റെ വിജയവും അതാണ് സൂചിപ്പിക്കുന്നത്.